ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് 5ാമത്തെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈലാണ്. ട്രിവാൻഡ്രത്തുകാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സദ്യകളിലെ പ്രധാനപ്പെട്ട വടയിട്ട കൂട്ടുകറി. ഇതിന് മുന്നേ വടയിട്ട കൂട്ടുകറി നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വേറൊരു മെത്തേഡ്. ഇതും ഒരു സദ്യ സ്റ്റൈൽ ഓണം സ്പെഷ്യൽ വടക്കൂട്ടുകറി ചെയ്തു തുടങ്ങിയാലോ. അപ്പോൾ 2-3 പ്രോസസ്സാണ്. ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് കുതിരാനായിട്ട് നേരത്തെ ഇടണം. 4-5 മണിക്കൂർ മുന്നേ ഇട്ടാൽ എളുപ്പം. അത് റെഡി ആയിരിക്കുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. ഇത് വേവിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 വലിയ ഉരുളക്കിഴങ്ങ് 2ആയിട്ട് മുറിച്ചിട്ട് വേവിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞു. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അരച്ചെടുക്കുക, നല്ല കട്ടിക്ക് അരച്ചെടുക്കുക. അത് നമ്മൾ ചെറിയ ചെറിയ വടയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ട്രിവാൻഡ്രം സ്പെഷ്യൽ തൊണ്ടൻ മുളകുണ്ട്, പച്ചമുളക് വേണം. അപ്പോൾ 4 തൊണ്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി എടുക്കാം. ഓക്കെ, ഇഞ്ചി ഒരു ചതുര കഷ്ണം, നമുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആക്കാം. പച്ചമുളക് നമുക്ക് 2ആയിട്ട് 4ആയിട്ടൊക്കെ മുറിച്ചിടാം. നമ്മുടെ തൊണ്ടൻ മുളകിനെ ഓരോന്നും 2-3 മുറിക്കും, സൈസ് അനുസരിച്ചിട്ട്. ഇതിനൊരു ഭയങ്കര എരിവുള്ള മുളകല്ല, പക്ഷേ ഫ്ലേവർ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്. എനിക്ക് ഇവിടുത്തുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണിത്. ട്രിവാൻഡ്രത്ത് അല്ലാത്തവർക്കെല്ലാം എപ്പോഴും തൊണ്ടൻ മുളകിനെ കുറിച്ച് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടല്ലോ. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതുണ്ട്, 2 പച്ചമുളക്, 4 തൊണ്ടൻ മുളക്. ഇനി ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കുക. ഉള്ളി ഒരു എന്താ പറയുക, കുറച്ച് ഒരുപാട് വലിയതല്ല, ചതുരം ഇങ്ങനെ സ്ക്വയർസായിട്ട് മുറിക്കും. ഓരോന്നിനെ എടുത്തിട്ട് 3ആയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ കട്ട്. ഓക്കെ, 2 സവാളയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യുന്നു. ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടെ വേകാനുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ മാറ്റിയിട്ട് കഷ്ണങ്ങളായിട്ട് ചെറിയതുപോലെ തന്നെ സ്ക്വയർ, ഒരുപാട് വലുതല്ല, ഒരു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതാണ് ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ. തേങ്ങാപ്പാലും എടുത്ത് വെക്കണം. പിന്നെ അതെ, നമ്മുടെ ഉഴുന്നിനെ ഒന്ന് അരയ്ക്കാൻ പോവാണ്. നല്ല ഫ്ലഫി ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫ്ലഫി ആയാലേ കുഴപ്പമില്ല. ഇതിനകത്തുള്ള വട എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് വേണ്ട, വെറുതെ പിച്ചി ഇട്ടാൽ മതി. വടയ്ക്കുള്ളത് അരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മാറ്റാം. അത്യാവശ്യം കട്ടിയിൽ അരച്ചെടുക്കണം. ഇത് ചെറിയ പിച്ചി ഇടാം. ചെറിയ കുഞ്ഞു വടകൾ മതി. ഇത് ആ അരപ്പിൽ കിടന്നിട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലുത് വേണ്ട. ഇനി വലിയ വടയിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നിന്നും പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇതിൽ ഇച്ചിരി ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. ഒരല്പം ഉപ്പെടുക്കാം. ദിസ് ഈസ് അവർ വട ബാറ്റർ. കുട്ടി വട ബാറ്റർ. ഇത്രയൊന്നും വേണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ 1/2 കപ്പ് ഉഴുന്നിട്ടിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാം. ഇതിൽ കാട്ടി കുറച്ച് അരയ്ക്കാൻ പാടില്ല, അത് കാരണം. കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ വട ഉണ്ടാക്കാൻ ചെറുതായിട്ടിട്ട് തുടങ്ങാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചൂടായി വരുന്നേ ഉള്ളൂ. ഞാനങ്ങനെ അതിനു മുമ്പേ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ഉണ്ടാസിട്ടാൽ മതി, വലുതാവും. സ്മോൾ വൺസ്. ഇത് പൊടുവിന് ഇഷ്ടമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. ഞാനതുകൊണ്ട് വിചാരിച്ചത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പൊടുവിന് വെറുതെ കഴിക്കാൻ കൊടുക്കും. ഇതിപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടുന്നത്. നമുക്കത്രയൊന്നും വേണം. നമുക്കൊരു ഇതുപോലൊരു 10-15 ബോൾസ് ഇട്ടാൽ മതിയാവും. ടോട്ടൽ മാവ് ഇത്രയുണ്ട്. സൈഡിൽ നിന്ന് ഇത്ര എടുത്തപ്പോൾ തന്നെ ഇത്രയും കിട്ടി. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഉഴുന്നിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും ഇത്രയും. ഞാൻ പറയുന്നത് 1/2 കപ്പ് ഇട്ട് ചെയ്യുക, ബാക്കി നമുക്ക് കഴിക്കാൻ എടുക്കാമല്ലോ. ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട, നമുക്കല്ലാണ്ട് തന്നെ എടുക്കാം. കുറച്ചൊന്നായി കഴിയുമ്പോൾ എടുക്കാം. നമ്മുടെ കറിക്ക് ഇത്രേ ആവശ്യമുള്ളൂ ആക്ച്വലി പറഞ്ഞാൽ. ഓക്കെ, ചെറിയൊരു ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് മാറ്റി തുടങ്ങാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. പക്ഷേ ഇതെന്തായാലും കറിയിൽ പോകുമ്പോൾ കുറച്ചൊരു സോഗി ആകണമല്ലോ.
ഇട്ട ഓർഡറിൽ തന്നെ പൊരിഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കാം. സോ നമ്മുടെ ആവശ്യത്തിനുള്ള വട ഈസ് ഓൾമോസ്റ്റ് റെഡി. ബാക്കിയുള്ളത് കുടുമോൾക്കാണ്. അങ്ങനെ നമ്മുടെ ഓണം അടുക്കള സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മണമുണ്ട് കേട്ടോ, എൻ്റെ ഓണത്തിൻ്റെ മണം. ഇത് നല്ല രസകരമായ കാര്യമാണ്, വലിയ ജോലിയല്ല ഇത്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. തീ കുറച്ച് ചൂട് കൂടുതലാണ്, അപ്പോൾ അത് കാരണം ഞാൻ അല്പം ഒന്ന് കുറച്ചു. അതായത് എണ്ണയുടെ ചൂടൊന്ന് ഇടയ്ക്ക് ക്രമീകരിച്ച് കൊടുക്കണം. അതെപ്പോഴും എന്ത് ചെയ്താലും അങ്ങനെയാണല്ലോ, നമ്മൾ ഭയങ്കര ഓവർ ഹീറ്റും ആകാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, ചൂട് കുറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കളറിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. ഇച്ചിരി കൂടെ ക്രിസ്പി ആയിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. അതായത് കുറച്ചുകൂടെ ഒരു ഗോൾഡനായിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. എന്തായാലും കറിയിലെത്തി കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് സോഗിയാവും, പിന്നെ അതിൻ്റെ ചാറൊക്കെ കുടിച്ച് കുറച്ച് വലുതാകും. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിൽ കാണണം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് ഗ്രേവി നമ്മുടെ ഉഴുന്നുവട കൊണ്ടുപോകും സോക്ക് ചെയ്ത്. ഈ ഒരു പാകത്തിന് വറുത്ത് പോരാം. ഇത് നമ്മളെപ്പോഴും വറുത്ത് പോരുന്ന സമയത്ത് തീ ഒട്ടും തന്നെ കുറയ്ക്കരുത്. നല്ല ഫ്ലെയിമിൽ തന്നെ തീ കിടക്കുമ്പോൾ വറുത്ത് പോരുക, എന്നാലേ എണ്ണ കുടിക്കാണ്ട് കിട്ടുള്ളൂ. ഒട്ടും എണ്ണ കുടിക്കില്ല, നല്ല കരുവരപ്പായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയതിനെ പീസസ് ആക്കി വയ്ക്കാം. അപ്പോൾ പൊട്ടറ്റോയ്സ് ഇങ്ങനെ പീസായി മാറുന്നു. എൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് അങ്ങനെ കൂട്ടുകറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി. വട റെഡി, ഉരുളക്കിഴങ്ങ് വെന്തത് റെഡി, സവാള, ഇഞ്ചി, പച്ചമുളക്, തൊണ്ടൻ മുളക്, ഓൾ സെറ്റ്. നമ്മുടെ സ്വർണ്ണ ഉരുളിയും അടുപ്പത്ത് കയറി കഴിഞ്ഞു. തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. അയ്യോ, അതൊരു കാര്യമാണ്. നേരത്തെ ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യാനുസരണം ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2-2.5 കപ്പോളം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരു 1-ാം പാൽ അയവല്ല, 2-ാം പാലിൻ്റെ അയവിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1-1.5-2 ടേബിൾ സ്പൂണോളം ആകാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ ഇഞ്ചി 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വേണം. പിന്നെ നമ്മുടെ പച്ചമുളക്, തൊണ്ടൻ മുളക്, രണ്ട് സവാള ഒന്ന് വാടി ചെറുതായിട്ട് നിറമൊക്കെ മാറാൻ തുടങ്ങണം. പച്ചമുളക് ചേർക്കുമ്പോൾ ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം. ഇപ്പോൾ ഏതാണ്ട് കളർ ചെറുതായി മാറി തുടങ്ങുന്നു. ഇനി തീ ഒന്ന് അല്പം കുറയ്ക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ കുറച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അതായി. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ വരെ ആകാം എരിവിനനുസരിച്ചിട്ട്. ഇത് ഞാനെല്ലാം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, അത് ഓർത്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ഫുള്ള് ചേർത്തു. ഓക്കെ, 1/4 മുതൽ 1 ടീസ്പൂൺ ആകാം. ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറും. കുറച്ച് ഉപ്പും കൂടി ആകാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. 2-ാം പാലിൻ്റെ അയവിലുള്ള തേങ്ങാപ്പാലാണ്. രണ്ട് കപ്പ് ഒഴിച്ചു. ഇനി ഇതിൽ കിടന്നിട്ട് തിളക്കട്ടെ എല്ലാം കൂടി. അപ്പോൾ ഉള്ളി കുറച്ച് വെന്തിട്ടുണ്ട് എങ്കിൽ ആ പാലിൽ കിടന്ന് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് തിളയ്ക്കുന്നു വേഗം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഉള്ളി ഒന്നുകൂടി ഒന്ന് വേഗം. ഈ സമയം ഉള്ളി വെന്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ വേവിച്ച് പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കും.
ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് അതുകൂടി ഇതിനകത്ത് കിടക്കട്ടെ. എല്ലാം കൂടി കിടന്ന് ഒന്നുകൂടി ഒന്ന് വേകട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. ഇനി ഒരല്പം കൂടി പാലൊഴിച്ച് കൊടുക്കണു. ഒരു അര കപ്പും കൂടി പാൽ. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് പാൽ. അപ്പോൾ നമ്മുടെ കൂട്ടുകറീസ് റെഡി ഓൾമോസ്റ്റ്. ഇനി ഇതിനകത്ത് ഗരം മസാലപ്പൊടി വേണോ വേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഒരു മസാല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി ലാസ്റ്റ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത്, നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടെത്തി നമ്മുടെ വട, ഉഴുന്ന വടയുടെ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ചാറിൽ കിടന്ന് പെരുകും. ഓക്കെ, പെരുകും എന്ന് വെച്ചാൽ ഡബിൾ സൈസാണ്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് താളിച്ചിടാം. ഓ 25. ഓക്കെ, അപ്പോൾ ഈ ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇതിനകത്ത് കിടന്നിട്ട് വടയും ഒക്കെ ഒന്ന് പെരുകി ഡബിൾ സൈസായി കുറേയൊക്കെ ചാറൊക്കെ അത് വലിച്ചെടുക്കും. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി താളിച്ചൊഴിക്കാം. ഓക്കെ, ആഹാ, കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ രുചി. ഇതിനകത്തൊരു ചെറിയൊരു പൊടിക്കൈ കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇടുന്ന കാര്യമല്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരല്പം ഇടും. അത് ഇതിനകത്തേക്ക് അങ്ങ് ബ്ലെൻഡായി പോയിക്കോളും. കാണാൻ പോലും കിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ. പേരിന് വേണ്ടി ഒരു ടേബിൾ സ്പൂണിനകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മണം, ഫ്ലേവർ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ട്രഡീഷണൽ വടക്കറിക്ക് അങ്ങനെ ചേർക്കില്ല, പക്ഷേ ഇത് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ. ആഹാ, ടേസ്റ്റ് യമ്മി യം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളത്. നോക്കിക്കോളൂ, നല്ല കട്ടിയായി വന്നാണ്ടോ ചാറ്. ഇത് സത്യം പറഞ്ഞ് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനി ഇതിലും കട്ടി പിടിക്കുവാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. താളിക്കൽസ് പാത്രം നല്ല ചൂടായി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പില, അതെല്ലാം ധാരാളം ഇടുക. അങ്ങനെ സ്വാദിഷ്ടമായ വടക്കൊട്ടുകറി റെഡി. ഇളക്കിയിട്ടുണ്ട്, അതേ നോക്കിക്കോളൂ. ഇത് എങ്ങനെ സംഭവം നോക്കിയേ, നമ്മളിട്ട വടയുടെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം നല്ല സോക്കായി. നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഒരു വടയുടെ പീസ് കട്ട് ചെയ്ത് കാണിക്കട്ടെ. കുതിർന്ന് ഈ മസാലയിലൊക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഇത് ഇലയിൽ വിളമ്പുമ്പോൾ ഒരു വട, ഒരു പീസ് ഉരുളക്കിഴങ്ങും കുറച്ച് ചാറെല്ലാം കൂടി കട്ടിയായിരിക്കും. ആ സമയത്ത് കട്ടിച്ചാറുമായിട്ട് വിളമ്പാൻ സാധിക്കും. കഴിക്കട്ടെ. ഓക്കെ, അടിപൊളി വടക്കൂട്ടുകറി. ഈ വടക്കൂട്ടുകറി നമ്മുടെ എല്ലാ വ്ളോഗ്സിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയല്ല, അത് വേറെ മെത്തേഡ്. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് മെത്തേഡ്. ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഈ രീതിയിൽ നമുക്ക് വടക്കൂട്ടുകറി ഉണ്ടാക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ സ്റ്റൈലിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വളരെ സന്തോഷം. നമ്മുടെ ഓണം സീരീസ് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ, നമ്മുടെ സ്പെഷ്യൽ സദ്യ സ്റ്റൈൽ വിഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിലെ നിങ്ങളുടെ ട്യൂഷനിലയിലെ മെനുവിൽ ഉൾക്കൊള്ളിച്ചാൽ എനിക്ക് സന്തോഷം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഓണം സീരീസ്, ഇനിയും ഉണ്ട് എപ്പിസോഡ്സ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.